52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം കടലിൽ പോയ മത്സ്യബന്ധന ബോട്ടുകൾ മടങ്ങിയെത്തിയപ്പോൾ സുലഭമായി ചെമ്മീൻ ലഭിച്ചു. പക്ഷേ വില തീരെ കുറവായതോടെ തീരത്ത് പടർന്നത് നിരാശയാണ്. കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് US വിലക്ക് ഏർപ്പെടുത്തിയതും പീലിംഗ് ഷെഡുകളിൽ സ്ത്രീ തൊഴിലാളികൾ ഇല്ലാത്തതുമാണ് കയറ്റുമതിക്കാർ ചെമ്മീൻ എടുക്കാത്തതിന് കാരണമെന്ന് ബോട്ടുടമകൾ പറയുന്നു. സംസ്ഥാനത്തെ വിവിധ ഹാർബറുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി യന്ത്രവൽകൃത ബോട്ടുകൾ കടലിൽ പോയെങ്കിലും നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകളിൽ നിന്നും പോയ ബോട്ടുകളാണ് കൂടുതലും ഇന്നലെ തന്നെ മടങ്ങിയെത്തിയത്. മറ്റു ഹാർബറുകളിൽ നിന്നും പോയവയിൽ ഭൂരിഭാഗവും ഇന്നും അടുത്ത ദിവസങ്ങളിലുമായി മാത്രമേ എത്തുകയുള്ളൂ. സംസ്ഥാനത്ത് ആകെ 6000-ഓളം ബോട്ടുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എങ്കിലും 3800-ൽ താഴെ മാത്രമേ കടലിൽ പോകുന്നുള്ളൂ. കൊല്ലത്തെ ഹാർബറുകളിൽ ഇന്നലെ മത്സ്യബന്ധനം കഴിഞ്ഞെത്തിയ ബോട്ടുകളിൽ കൂടുതൽ ചെറിയ കരിക്കാടി ചെമ്മീനായിരുന്നു. കുറഞ്ഞ അളവിൽ കഴന്തൻ ചെമ്മീനും കിളിമീനും കിട്ടിയ ബോട്ടുകളുമുണ്ട്. ഇന്നലെ രാവിലെ 7:30 ബോട്ടുകൾ മടങ്ങിയെത്തി തുടങ്ങി. ഒരു കുട്ട കരിക്കാടി 2200 രൂപയ്ക്ക് ലേലം നടന്നെങ്കിലും പിന്നെ കിലോഗ്രാമിന് വില 25 മുതൽ 50 രൂപ വരെയായി കുറഞ്ഞിട്ടുണ്ട്. കടലാമയുടെ പേരിൽ US-ൽ 2019-ൽ തുടങ്ങിയ നിരോധനമാണ് ഇപ്പോഴും തുടരുന്നത്. ഇന്ത്യയിൽ മത്സ്യബന്ധനത്തിന് ഇടെ ട്രോൺ വലകളിൽ കടലാമകൾ കുടുങ്ങുന്നുവെന്നും അവയെ സംരക്ഷിക്കാൻ വലകളിൽ ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കടൽ ചെമ്മീൻ കയറ്റുമതിക്ക് US ഉപരോധം ഏർപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ മുൻകൈയെടുത്ത് US-മായി ചർച്ച നടത്തി പരിഹാരമാർഗം തേടണം എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതിനെ തുടർന്ന് ജില്ലയിലെ ശക്തികുളങ്ങര, നീണ്ടകര ഹാർബറുകൾ വീണ്ടും തിരക്കിലാണ്. കഴിഞ്ഞ ദിവസം നീണ്ടകര ഹാർബറിൽ അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ കടലിൽ പോയ 100ഓളം ചെറു ബോട്ടുകളാണ് മടങ്ങിയെത്തിയത്. ഒരു വർഷമായി മത്സ്യലഭ്യത കുറവായിരുന്നു. അതേസമയം കനത്ത മഴ ലഭിച്ചതിനാൽ ഇത്തവണ സുലഭമായി മത്സ്യം ലഭിക്കുമെന്നായിരുന്നു തൊഴിലാളികളുടെയും ബോട്ടുടമകളുടെയും പ്രതീക്ഷ. ചെമ്മീൻ ലഭിച്ചുവെങ്കിലും വില കുത്തനെ ഇടിഞ്ഞത് ബോട്ടുടമകളെയും തൊഴിലാളികളെയും പ്രതിസന്ധിയിലാക്കും. ചെറിയ ബോട്ടുകൾക്ക് പോലും ഒരു ദിവസം ഇന്ധന ചെലവിനും മറ്റുമായി 10,000 രൂപ ചെലവാകും. ഇതിനു പുറമെയാണ് തൊഴിലാളികളുടെ കൂലിയും മറ്റും. ബോട്ടുകളുടെ അറ്റകുറ്റപ്പണിക്ക് 3 മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവഴിച്ചിരുന്നു. പലരും കടം വാങ്ങിയും വായ്പ എടുത്തുമാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. US ഉപരോധം മാത്രമല്ല, സംസ്ഥാനത്തെ പീലിംഗ് ഷെഡുകളിൽ സ്ത്രീ തൊഴിലാളികളെ ജോലിക്ക് കിട്ടാത്തതും ചെമ്മീൻ എടുക്കാൻ കയറ്റുമതിക്കാർ മടിക്കുന്നതിന് കാരണമാണ്. നേരത്തെ 1 കിലോഗ്രാം ചെമ്മീൻ നുള്ളുന്നത് 35 രൂപയായിരുന്നിടത്ത് ഇപ്പോൾ 50 മുതൽ 60 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടും തൊഴിലാളികളെ കിട്ടുന്നില്ല. അമേരിക്കയിലേക്കുള്ള ചെമ്മീൻ കയറ്റുമതി നിലച്ചുവെങ്കിലും ആസിയാൻ രാജ്യങ്ങളിലേക്കും മറ്റും കയറ്റുമതി തുടരുന്നുണ്ട്. അറബിക്കടലിൽ കടലാമയുടെ സാന്നിധ്യം തീരെ കുറവാണെന്ന സത്യം US-നെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നില്ല. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ 52 മത്സ്യഗ്രാമങ്ങളിൽ നടത്തിയ സർവേയിൽ 10 കടലാമകളെ മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. കേരള തീരത്ത് ഭൂരിപക്ഷം പ്രദേശത്തും കടൽ ഭിത്തിയുള്ളതിനാൽ കടലാമ ഇങ്ങോട്ടേക്ക് വരില്ല. ട്രോളിംഗ് നിരോധനം നീക്കിയതിനു ശേഷം കടലിൽ പോയ ബോട്ടുകളിൽ 10% മാത്രമേ മടങ്ങി വന്നിട്ടുള്ളൂ. ബോട്ടുകൾക്ക് കിട്ടിയത് തീരെ ചെറിയ കരിക്കാടിയാണ്. കൂന്തൽ, കണവ തുടങ്ങിയ മത്സ്യ ഇനങ്ങളുടെ ലഭ്യത വരും ദിവസങ്ങളിൽ അറിയാം. ചെമ്മീൻ പീലിംഗ് ഷെഡുകളിൽ പരമ്പരാഗതമായി ജോലി ചെയ്തിരുന്ന സ്ത്രീ തൊഴിലാളികൾ ഈ മേഖല വിടുന്നത് പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. പുതിയ ആൾക്കാർ വരാത്തതും ആശങ്കയാണ് ഉണർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.